ഊട്ടിപ്പൂ എന്ന് കേട്ടിട്ടുണ്ടോ? എങ്കിൽ ആ ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സംഭവത്തിൻ്റെ പേര് ഊട്ടിപ്പൂവാണ്. ഊട്ടിയിൽ വളർന്നുകൊണ്ടാണ് ഇതിനെ ഊട്ടിപ്പൂ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള പേരെന്താണെന്ന് വെച്ചാൽ ഇതിനെ സ്ട്രോ ഫ്ലവർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പേപ്പർ ഡേസി എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനത്തെ പേരിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സംഭവത്തിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഐറ്റമാണ്. അതുകൊണ്ട് കൂടുതൽ കാലം നിലനിൽക്കും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പൂവാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു മിററാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു പൂവ് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞുതരാം. ഞാൻ വട്ടവട എന്ന് പറയുന്ന സ്ഥലത്ത് ട്രക്കിങ്ങിന് പോയപ്പോൾ മലമുകളിലോട്ട് എത്തിയപ്പോഴേക്കും ഈ പൂ വളർന്നിരിക്കുന്നത് കണ്ടു. തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഈ പൂ കണ്ടു. അപ്പോൾ ആ പൂ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് ചെയ്ത ഒരു വോൾ ഹാങ്ങിങ് സംഭവമാണ്. അപ്പോൾ ഈ സംഭവത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കുറേ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഈ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു സംഭവം വട്ടത്തിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്യുക, പിന്നെ കുറച്ച് റെക്റ്റാങ്കിൾസ് അടിച്ചിട്ട് ഈ ഇഷ്ടികയുടെ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആ കാർഡ്ബോർഡ് അവിടെ നിന്ന് ഒട്ടിച്ചു. ആ ഭാഗത്ത് ഇച്ചിരി പെയിൻറ്റ് അടിക്കണമായിരുന്നു. വെൽക്കം എന്ന് പറഞ്ഞ സംഭവം ഞാൻ കഷ്ടപ്പെട്ട് വരച്ചതായതുകൊണ്ട് അതിനെ എനിക്ക് കീറാൻ തോന്നിയില്ല. ഈ ഒരു ഭാഗത്ത് നമുക്ക് പെയിൻറ്റ് അടിക്കണം. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ പെയിൻറ്റ് അടിച്ചില്ല. അതിന് പകരം ഈ ഒരു ഫ്ലവർ ഇവിടെ വയ്ക്കാൻ പറ്റുമോ എന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴാണെങ്കിൽ വയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അത് അവിടെ ഒട്ടിച്ച് വെക്കാമെന്ന് കരുതി. ഇതൊക്കെ ഞാൻ ഒട്ടിക്കുന്നത് 7000 എന്ന് പറഞ്ഞ ഗം വെച്ചിട്ടാണ്. ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാം, പക്ഷേ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാൽ കുറച്ച് കൂടുതൽ നേരം പിടിക്കും. പെട്ടെന്ന് അത്യാവശ്യത്തിന് ഒരു വീഡിയോ ഒക്കെ ഇടാനായിട്ട് പെട്ടെന്ന് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കിത് ഒട്ടും നല്ലൊരു ചോയ്സ് അല്ല. പെട്ടെന്ന് 7000 അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ വെച്ചിട്ട് ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണാണ് ബെസ്റ്റ്. അപ്പോൾ 7000 എനിക്കിപ്പോൾ ഗ്ലൂ ഗൺ എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ 7000 വെച്ച് എടുത്തേക്കുന്നത്. പിന്നെ ഈ ഫ്ലവർ ഒട്ടിക്കുന്നതിന് മുമ്പേ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബാക്കിലത്തെ സ്റ്റെമ്മ് വലിച്ചിളക്കിയിട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നല്ലതുപോലെ പൊന്തി നിൽക്കും. ഇപ്പോഴേ ഒരു 3D എഫക്റ്റ് ഉണ്ട്, അതും കൂടെ വെച്ചാൽ നല്ലതുപോലെ 3D എഫക്റ്റ് കൂടും. ഇപ്പോൾ നമ്മളിതിൽ നേരെ ഒട്ടിച്ചിരുന്ന ആ ലീഫ് ഉണ്ടല്ലോ, ആ ലീഫ് ഒന്നും കൂടെ എടുത്തതിന് ശേഷം ആ ലീഫ് ഞാൻ വലിച്ചിളക്കിക്കൊണ്ടാണ് അതിൻ്റെ പിറകിൽ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഈ ഒരു ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇത് ആ ഒരു സംഭവം ഒട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു സെക്കൻഡ് അത്രയും മതി നമ്മളത് ഒട്ടി പിടിക്കാനായിട്ട്. പിന്നെയാണ് വേറൊരു പ്രശ്നം വന്നത്. എന്താണെന്നറിയോ, അതിൻ്റെ അപ്പുറത്ത് ഒരു ലീഫും കൂടെ ഒട്ടിക്കണമായിരുന്നു. അപ്പോൾ ആ ലീഫാണെങ്കിൽ ഞാൻ തപ്പി നടന്നിട്ട് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് കരുതിയിട്ട് അവിടെ കണ്ടോ കിടന്ന ഒരു ഗ്രീൻ ടേപ്പ് എടുത്തതിന് ശേഷം അതിനെ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ അതിനിങ്ങടെ ആ സൈഡിലൊന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. എന്നാലും ഈ ഒരു ലീഫും കൂടെ വന്നപ്പോഴേ ഒരു വെറൈറ്റി ലുക്ക്. സ്റ്റെമ്മാണോ എന്നൊരു ഡൗട്ട്. എന്നാലും ഓക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആ കാർഡ്ബോർഡ് ഇച്ചിരി പഴകിയ കാർഡ്ബോർഡ് ആയതുകൊണ്ട്, അതായത് ഞാൻ പണ്ടുണ്ടാക്കിയ കാർഡ്ബോർഡല്ലേ, അതുകൊണ്ട് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിൽ ഒരു ഇച്ചിരി വാട്ടർ എടുത്തിട്ട് മറ്റേ സ്പ്രേയിങ് ബോട്ടിൽ ഇട്ടിട്ട് ഇച്ചിരി ചെറുതായിട്ട് സ്പ്രേ ചെയ്തു. അപ്പോൾ ആ വൈറ്റ് പടക്കം പോയി. അതിൻ്റെ മണ്ടയിൽ കൂടെ ചോക്ക് വീണതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓട്ടിപ്പോക്ക് കിട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ അതും കഴിഞ്ഞു.